ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് LLP ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ്. അതായത് നമ്മൾ ഫസ്റ്റത്തെ പാർട്ടിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ബാലൻസിങ് പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് എടുക്കാം. അപ്പം സെക്ഷൻ 5 പറയുന്നത് പാർട്ട്നേഴ്സ്. അപ്പോൾ ആർക്കൊക്കെ പാർട്ട്നേഴ്സ് ആകാം, ആരാണ് പാർട്ട്നേഴ്സ്, അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നേരെ നമുക്ക് ഇത് വായിക്കാം. സെക്ഷൻ 5 പാർട്ട്നേഴ്സ്. അതായത് എനി ഇൻഡിവിജ്വൽ ഓർ ബോഡി കോർപ്പറേറ്റ് മേ ബി എ പാർട്ട്ണർ ഇൻ ആൻ LLP. നമ്മൾ പറഞ്ഞായിരുന്നു LLPയിൽ പാർട്ട്നേഴ്സ് ആകാൻ പറ്റുന്ന ആർക്കൊക്കെ, ഒരു ഇൻഡിവിജ്വലിനും ആകാൻ പറ്റും, അതുപോലെ തന്നെ ബോഡി കോർപ്പറേറ്റിനും ആകാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. ഇനി താഴെ പറയുന്ന ഈ ഒരു ABC പോയിന്റിൽ പറയുന്നത് ഇൻഡിവിജ്വൽ ഷാൽ നോട്ട് ബി കേപ്പബിൾ ഓഫ് ബിക്കമിങ് പാർട്ട്ണർ. അതായത് ഇനി പറയാൻ പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു LLPയിൽ പാർട്ട്ണർ ആവാൻ പറ്റത്തില്ല. ആർക്കൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ് ആണ് എ പേഴ്സൺ ഹു ഹാസ് എ അൺസൗണ്ട് മൈൻഡ്. അതായത് ഒരു അൺസൗണ്ട് മൈൻഡ് ഉള്ളവർക്ക് ഒരിക്കലും ഒരു പാർട്ട്ണർ ആവാനായിട്ട് പറ്റില്ല. പിന്നെ ആർക്കാണ്, ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരാൾക്കും പാർട്ട്ണർ ആവാൻ പറ്റില്ല. പിന്നെ ഹി ഹാസ് അപ്ലൈ ടു ആൻ അഡ്ജുഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെന്റ്. അതായത് ഇൻസോൾവെന്റ് ആകാനായിട്ട് ചാൻസ് ഉള്ളവർക്കും പാർട്ട്ണർ ആവാൻ പറ്റില്ല. അതായത് ഒരു അൺസൗണ്ട് മൈൻഡ് ഉള്ളവർക്ക് ഒരു ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരാൾ ഇനി ഉടനെ തന്നെ ഒരു ഇൻസോൾവെന്റ് ആകാൻ സാധ്യത ഉള്ളവര്, അഡ്ജുഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഇൻസോൾവെന്റ് ആവാനായിട്ട് ചാൻസ് ഉള്ളവർ, അവർക്കും പാർട്ട്ണർ ആവാനായിട്ട് പറ്റില്ല. ഈ നെക്സ്റ്റത്തെ ഈ താഴത്തെ ഒരു നമുക്ക് ടേബിൾ നോക്കാം. ദ ഫോളോവിംഗ് പേഴ്സൺ ക്യാൻ ബിക്കം പാർട്ട്ണർ ഇൻ LLP പാർട്ട്ണർ ആകാൻ പറ്റുന്ന ആൾക്കാരാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് ആരൊക്കെയാണ്? ഇൻഡിവിജ്വൽസിനാകാൻ പറ്റും. ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെസിഡൻസിനും ആകാൻ പറ്റും, അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റിനും ആകാനായിട്ട് പറ്റും, ഫോറിൻ നാഷണൽസിന്. അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്സിന് പാർട്ട്ണർ ആവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കമ്പനീസിനാകാൻ പറ്റും, ഫോറിൻ കമ്പനി ആണെങ്കിലും ആകാനായിട്ട് പറ്റും. പിന്നെ ഫോറിൻ LLP പാർട്ട്ണർഷിപ്സിനാക്കാൻ പറ്റും. അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അവർക്കും ആകാൻ പറ്റും. പിന്നെ ഫോറിൻ കമ്പനീസിനും ആകാൻ പറ്റും. പിന്നെ താഴെ കൊടുത്തിരുന്നോട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് കോപ്പറേഷൻ ഷോൾ കനോട്ട് ബി ബിക്കം ഇൻ എ LLP. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും അതുപോലെ തന്നെ കോപ്പറേഷൻ സോളിനും ഒരിക്കലും LLPയിൽ പാർട്ട്ണർ ആവാനായിട്ട് പറ്റില്ല. ബാക്കിയുള്ള എല്ലാവർക്കും, അതായത് ഫോറിൻ കമ്പനികളാണെങ്കിലും LLP ഇൻകോപ്പറേറ്റഡ് ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും ഒരു ഫോറിൻ LLP ആണെങ്കിലും ഇന്ത്യയിലുള്ള LLP ആണെങ്കിലും ഇൻഡിവിജ്വൽസ് അത് റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് ആണെങ്കിലും ആകാൻ പറ്റും. പിന്നെ കമ്പനീസ് ഇൻക്ലൂഡിങ് ഫോറിൻ കമ്പനീസിനും ഒരു പാർട്ട്ണർ ആവാനായിട്ട് പറ്റും. ഇനി താഴെ കൊടുത്തേക്കുന്ന മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് സെക്ഷൻ 6 അതായത് നമ്മൾ ആദ്യത്തെ പാർട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു LLPയിൽ അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതിലെ മിനിമം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. If any time the number of partners of LLP is reduced below 2 and LLP carries on business for more than 6 months while the number is so reduced. അതായത് ഇതിൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് വേണം, 2 പാർട്ട്നേഴ്സ് വേണം LLPയിൽ. അപ്പം ഇതിൽ ഒരാൾ കുറഞ്ഞ്, ഇപ്പം 2 മെമ്പർ ഉണ്ട്, പക്ഷേ അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സിനേക്കാളും കുറഞ്ഞു പോയി, അതായത് ഒരാൾ പോയി. അപ്പം ഇപ്പം മിച്ചം ഒറ്റ ഒരാളല്ലേ ഉള്ളൂ LLPയിൽ. അങ്ങനെ ആ ഒരാൾ തന്നെ 6 മാസത്തിൽ കൂടുതൽ LLPയുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ആ പേഴ്സൺ ലൈബിൾ ആയിട്ട് വരും. കാരണം എന്താണ്? അയാൾക്കറിയാം, നമുക്കറിയാം LLPയുടെ ഒരു റൂളാണ് 2 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം എന്നുള്ളത്. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞു, അപ്പോൾ ഇപ്പം മിച്ചം ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒറ്റ ഒരാൾ വെച്ചുകൊണ്ട് മോർ ദാൻ 6 മന്ത്സ് LLPയിൽ ബിസിനസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കറിയുകയും ചെയ്യാം ഞാൻ തന്നെയുള്ളൂ, വേറൊരാളില്ല എന്നും. കറക്റ്റ് അയാൾക്ക് ഹി ഹാസ് ദ നോളജ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഈസ് ക്യാരിങ് ഓൺ ബിസിനസ് വിത്ത് ഹിം എലോൺ ആണെന്ന് അയാൾക്കറിയാം. അങ്ങനെ വരുന്ന കേസിൽ ഷാൽ ബി ലൈബിൾ പേഴ്സണലി ഫോർ ദ ഒബ്ലിഗേഷൻ ഓഫ് ദി LLP ഇൻക്വയർഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അതായത് ഇങ്ങനെ വരുന്ന കേസിൽ അയാൾ പേഴ്സണലി ലൈബിൾ ആയിരിക്കും. ഈ ഒരു കേസിൽ LLPയും പേഴ്സണും തമ്മിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഇതിൽ ആപ്ലിക്കബിൾ ആവില്ല. കാരണം എന്താണ്? LLPക്ക് എന്തെങ്കിലും ഒരു ലൈബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്താണ്? LLP തന്നെയാണ് അത് പേ ഓഫ് ചെയ്യേണ്ടത്, പാർട്ട്നേഴ്സ് ഒരിക്കലും പേ ഓഫ് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ഒരു കേസിൽ അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സിനേക്കാളും കുറഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അയാൾ 6 മാസത്തിൽ കൂടുതലും പിന്നെയും ക്യാരി ഔട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ LLPക്കുള്ള ലൈബിലിറ്റി ഇയാൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അപ്പം വരില്ല. അതാണ് ഈ സെക്ഷൻ 6 പറയുന്നത്. ഇനി സെക്ഷൻ 7 പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ DP, അതായത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. അതായത് ഒരു LLPയിൽ അറ്റ്ലീസ്റ്റ് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് വേണമെന്ന് പറഞ്ഞു. അതും DP ആകാൻ പറ്റുന്ന ആൾക്കാർ ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. അതിൽ ഒരാൾ എന്ന് പറയുന്നത് ഇന്ത്യൻ റെസിഡൻറ്റും ആയിരിക്കണം. ഇനി എന്താണ് പറയുന്നത്? provided in if all the partners are body corporate or in which one or more partners are individuals and body corporate, at least 2 individuals who are partners of such LLP or nominees of such body corporate shall act as designated partners. അതായത് ഇത്ര ഓർത്താൽ മതി. ഇപ്പം നമ്മൾ പറഞ്ഞു 2 ഇൻഡിവിജ്വൽസ് മാത്രമേ ഉള്ളൂ,
പാർട്ട്നേഴ്സ് ആയിട്ട്. അപ്പോൾ ആ രണ്ട് പേരെ നമുക്ക് ഡി പി ആക്കാൻ പറ്റും. ഇനി രണ്ട് പേരും ബോഡി കോപ്പറേറ്റ് ആണെങ്കിൽ അവരെ നമ്മൾക്ക് ഡി പി ആക്കാൻ പറ്റും ഇല്ല. ഇൻഡിവിജ്വൽസിന് മാത്രമേ ഡി പി എന്നൊരു പൊസിഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ ഒരു എൽ എൽ പിയിൽ നിർബന്ധമായിട്ടും അറ്റ്ലീസ്റ്റ് 2 ഡി പി വേണം. അപ്പം ഒരു എൽ എൽ പിയിൽ ഒരു ബോഡി കോപ്പറേറ്റും ഒരു ഇൻഡിവിജ്വലും വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇൻഡിവിജ്വലെ നമുക്ക് ഡി പി ആക്കാം, പിന്നെ നമുക്ക് ഒരു ഡി പിയും കൂടി വേണം. അപ്പോൾ ഈ ബോഡി കോപ്പറേറ്റിനെ പിടിച്ച് നമുക്ക് ഡി പി ആക്കാൻ പറ്റും ഇല്ല, ഒരിക്കലും ആക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന കേസിൽ ആ ബോഡി കോപ്പറേറ്റിന്റെ നോമിനീസ് അവിടെ ഉണ്ടെങ്കിൽ, അതായത് ഓരോ ബോഡി കോപ്പറേറ്റിന്റെ നോമിനീസ് കാണുമല്ലോ, അപ്പോൾ ആ നോമിനീസിനെ വേണം നമ്മൾ ഡി പി ആക്കാനായിട്ട്. അങ്ങനെ രണ്ടുപേര് ഡി പി ആക്കാൻ പറ്റും. ഇനി ഒരിടത്ത് ഫുള്ള് രണ്ടുപേരും ബോഡി കോപ്പറേറ്റ് മാത്രമാണ്, അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ബോഡി കോപ്പറേറ്റിന്റെ നോമിനീസിനെ വേണം നമ്മൾ ഡി പി ആക്കാനായിട്ട്. ഇവിടെ ഒരു എക്സാമ്പിൾസ് ഉണ്ട്. ഒരു എൽ എൽ പിയിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഒരു ഇൻഡിവിജ്വൽ അതായത് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പിന്നെ രണ്ട് ബോഡി കോപ്പറേറ്റ് ആണ്, അതായത് രണ്ട് ലിമിറ്റഡ് കമ്പനീസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ മിസ്റ്റർ എക്സിനെ പിടിച്ച് നമുക്ക് എന്താക്കാം, ഡി പി ആക്കാൻ പറ്റും. പിന്നെ ഒരാളെയും കൂടി ഡി പി ആക്കണമല്ലോ, അങ്ങനെയുള്ള ആരെയാക്കും, അതായത് ഈ എക്സ് വൈ ഇസഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും എ ബി സി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ 1 നോമിനീസിനെ നമ്മൾ ഡി പി ആക്കി മാറ്റണം. അപ്പോൾ 2 ഡി പി ആയില്ലേ, മിസ്റ്റർ എക്സും ആവും, പിന്നെ ഈ 2 ലിമിറ്റഡിൽ ഏതെങ്കിലും ഒരു, ഇപ്പോൾ എക്സ് വൈ ലിമിറ്റഡിൻ്റെ ആണെങ്കിൽ അവിടുത്തെ നോമിനിയെ പിടിച്ചാക്കണം. ഇനി എക്സാമ്പിൾ 4 പറയുവാണ്. ഒരു എൽ എൽ പി ഉണ്ടായിരുന്നു, അതായത് എസ് എം വൈ എൽ എൽ പി. അവിടെ 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അതായത് അതായത് 3 പേരും ഒരു ലിമിറ്റഡ് കമ്പനീസ് ആയിരുന്നു, അതായത് ബോഡി കോപ്പറേറ്റ് ആണ്. 3 പാർട്ട്നേഴ്സും ബോഡി കോപ്പറേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വൽസേ ഇല്ല. അപ്പോൾ നമുക്ക് ഡി പി ആക്കണമല്ലോ എന്തായാലും. അപ്പം അങ്ങനെ ഡി പി ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരെ ഡി പി ആക്കിയാൽ മതി. അപ്പോൾ ഈ 3 കമ്പനികളിലെ ഏതെങ്കിലും 2 കമ്പനി എടുക്കുക. ആ 2 കമ്പനികളിലെ 2 നോമിനീസിനെ നമ്മൾ നോമിനീസ് ഓഫ് എനി 2 സെറ്റ് ബോഡി കോപ്പറേറ്റ് ഷാൽ ആക്ട് ആസ് ആൻ ഡി പി. അപ്പോൾ നമ്മൾ അതിൽ ആ രണ്ടുപേരെ ഡി പി ആക്കി മാറ്റണം. എങ്ങനെയാണെങ്കിലും 2 ഡി പി വേണം, ബോഡി കോപ്പറേറ്റ് ആകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഇൻഡിവിജ്വൽസിനെ ആക്കണം, ഇല്ലെങ്കിൽ ആ ബോഡി കോപ്പറേറ്റിന്റെ നോമിനീസിനെ വേണം നമ്മൾ ഡി പി ആക്കാനായിട്ട്. ഇനി അടുത്താണ് റെസിഡന്റ് ഇന്ത്യ. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഡി പി എന്താണ്, റെസിഡന്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം, ഒരു ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ റെസിഡന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, a person who has stayed in India for a period not less than 120 days during the financial year. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 120 ദിവസം കുറയാത്ത രീതിയിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരാളെയാണ് നമ്മൾ റെസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് കാണുന്നത്. അതായത് ഇന്ത്യയിൽ 120 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള അയാളെയാണ് നമ്മൾ റെസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡി പിയുടെ ഫസ്റ്റത്തെ ഒരു കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനിയുള്ള രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇഫ് ദ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിനെ പറ്റി പറയുകയാണ്. അതായത് സ്പെസിഫൈ ഹു ആർ ടു ബി ഡി പി, സച്ച് പേഴ്സൺ ഷാൽ ബി ഡി പി ഓൺ ഇൻകോർപ്പറേഷൻ. അതായത് എൽ എൽ പിക്ക് ഒരു ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ ഇന്ന ആളെ ഡി പി ആക്കണം എന്ന് ചിലപ്പം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഡി പി ഇയാളെ ആക്കണം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളായിരിക്കും ഡി പി ആയിട്ട് വരേണ്ടത്. ഇനി ആ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഇന്നയാളെ ആക്കണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ആ എൽ എൽ പിയിലുള്ള ഈച്ച് ഓഫ് ദ പാർട്ട്നേഴ്സ് ഫ്രം ടൈം ടു ടൈം ഓഫ് എൽ എൽ പി ഈസ് ടു ബി ഡി പി, എവരി പാർട്ട്ണർ ഷാൽ ബി ഡി പി. അതായത് അവിടെയുള്ള എല്ലാ പാർട്ട്നേഴ്സും ഓരോരോ ടൈമിൽ വീതം ഓരോരോ ഡി പികളായിട്ട് തന്നെ മാറണം. അതായത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡോക്യുമെന്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളാകണം. ഇനി ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എത്രയാണോ പാർട്ട്നേഴ്സ് ഉള്ളത് ആ ആൾക്കാർ ഓരോരോ പ്രാവശ്യം, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ 1 ഇയർ കൂടുമ്പോഴാണ് ഒരു ഡി പി ആകണ്ടേ എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്രയോ പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും പാർട്ട്നേഴ്സ് ഓരോരുത്തർ ആൾക്കാർ ഓരോ വർഷം കൂടുമ്പോൾ ഓരോരോ പാർട്ട്നേഴ്സ് ആയിട്ട് മാറണം. ആണ് ഇതിൽ പറയുന്നത്. അതായത് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയാക്കണം. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, എനി പാർട്ട്ണർ ബിക്കം a DP by in accordance with LLP agreement, ആ partner is ceased to be DP in accordance with the LLP agreement. അതായത് ഒരു പാർട്ട്ണർ ആകുന്നതും അതുപോലെ തന്നെ ഒരു പാർട്ട്ണർ സീസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൽ എൽ പിയിൽ നിന്ന് ആ പാർട്ട്ണർ നിർത്തിപ്പോവുക. അപ്പോൾ ഒരു പാർട്ട്ണർ എൽ എൽ പിയിലേക്ക് ജോയിൻ ആകുന്നതും അതുപോലെ തന്നെ ഒരു പാർട്ട്ണർ എൽ എൽ പിയിൽ നിന്ന് സീസ് ആയി പോകുന്നതും എല്ലാം എന്തിൻ്റെ ബേസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എൽ പി എഗ്രിമെൻറ്റിൻ്റെ ബേസിസിലായിരിക്കണം. നമ്മൾ പഠിച്ചായിരുന്നു. അതായത് എൽ എൽ പിക്ക് എപ്പോഴും ഒരു എഗ്രിമെൻറ്റ് വേണം. എൽ എൽ പി എഗ്രിമെൻറ്റ് നിർബന്ധമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ എൽ എൽ പി എഗ്രിമെൻറ്റിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം ഒരു പാർട്ട്ണർ ആകാനും അതുപോലെ തന്നെ ഒരു ഡി പി ആകാനും അതുപോലെ തന്നെ ഒരു പാർട്ട്ണർ
ഒരു ഡി പി LLPയിൽ നിന്ന് നിർത്തിപ്പോകാനും ഒക്കെ ഉള്ളത് LLP എഗ്രിമെന്റ് പ്രകാരം വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ കാര്യം, an individual shall not become a DP in any LLP unless he has given his prior consent to act. അതായത് ഒരു ഡി പി ഒരാളാകാമെന്ന് പറയാൻ ചുമ്മാ ഒന്നും ആകാൻ പറ്റില്ല. അങ്ങനെ ആകണമെങ്കിൽ, അങ്ങനെ ആകാൻ പോകുന്ന ഒരാൾ, അതായത് ഡി പി ആകാനായിട്ട് പോകുന്ന ഒരാൾ ഒരു ഒരു കൺസെന്റ് കൊടുക്കണം. അതായത് ഒരു റിട്ടേൺ കൺസെന്റ് എഴുതി ഞാനാകാം എന്ന് പറയുന്ന രീതിയിൽ ഒരു കൺസെന്റ് അവർക്ക് കൊടുത്താൽ മാത്രമേ, ഒരു ഫോമിൽ കൊടുത്താൽ മാത്രമേ ഡി പിക്ക് ഒരു ഡി പി ആകാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ, എവരി LLP ഷാൾ ഫയൽ വിത്ത് ദ രജിസ്റ്റർ ദ പാർട്ടിക്കിൾസ് ഓഫ് എവരി ഇൻഡിവിജ്വൽ ഹു ഹാസ് ഗിവൺ കൺസെന്റ് ടു ആക്ട് ആസ് DP ഇൻ സച്ച് ഫോം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരാൾ റിട്ടേൺ കൺസെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ റിട്ടേൺ കൺസെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ ഒരാളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ റിട്ടേൺ കൺസെന്റ് കൊടുത്തിട്ട് ശേഷം അയാളുടെ അപ്പോയിന്റ്മെന്റിന് മുന്നേ ആയിട്ട് ഒരു 30 ദിവസത്തിന് മുന്നേ ആയിട്ട് വേണം ഇത് നമ്മളിത് കൊടുക്കാനായിട്ട്. അത് ROCക്ക് ഫയൽ ചെയ്യണം. ROC മീൻസ് രജിസ്ട്രാർക്ക്. അതായത് ഫസ്റ്റ് ഒന്നുകൂടി പറയാം, ഒരു ഇൻഡിവിജ്വല് ഇപ്പോൾ DP ആകാമെന്ന് പറഞ്ഞ് ഒരു റിട്ടേൺ കൺസെന്റ് കൊടുത്തു. അങ്ങനെ കൊടുത്ത റിട്ടേൺ കൺസെന്റ് നമ്മൾ രജിസ്ട്രാർക്ക് 30 ദിവസത്തിന് ഉള്ളിൽ കൊടുക്കണം. അയാളുടെ അപ്പോയിൻമെന്റിന്റെ വിത്തിൻ 30 days ഓഫ് ഹിസ് അപ്പോയിൻമെന്റിന് മുന്നേ ആയിട്ട് രജിസ്ട്രാർക്ക് അയാൾ കൊണ്ടുവന്ന ആ കൺസെന്റ് രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ അയാളെ നമുക്ക് DP ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് LLP ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം ഇൻഡിവിജ്വൽ LLPക്ക് ഒരു റിട്ടേൺ കൺസെന്റ് കൊടുത്തു. അതിനുശേഷം ആ കിട്ടിയ റിട്ടേൺ കൺസെന്റ് LLP രജിസ്ട്രാർക്ക് 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. എങ്കിൽ മാത്രമേ അയാളെ നമുക്ക് LLPയിൽ DP ആക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻ ഇൻഡിവിജ്വൽ എലിജിബിൾ ടു ബി DP ഷാൾ സാറ്റിസ്ഫൈ സച്ച് കണ്ടീഷൻ ആൻഡ് റിക്വയർമെന്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പിന്നെ DP ആകാൻ പോകുന്ന ആൾ LLPയുടെ എല്ലാ തരത്തിലുള്ള റിക്വയർമെന്റ്സ്, കണ്ടീഷൻസ് എല്ലാം പാലിച്ച ഒരാളായിരിക്കണം. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ആക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ 6 പോയിന്റ് പറയണത്, എവരി DP of the LLP shall obtain a DPIN from central government and the provisions of such companies 152, 159 of Companies Act shall apply to mutantees and mutants for the said purposes. അതായത് ഈ DP ആകാൻ പോകുന്ന ഒരാളുണ്ടല്ലോ, അയാൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു DPIN എന്ന് പറയുന്നത് കിട്ടിയിരിക്കണം. അതായത് ഡെസിഗ്നേറ്റഡ് പാർട്ണർ ഐഡന്റിഫിക്കേഷൻ നമ്പർ കിട്ടിയിരിക്കണം. അതായത് നമുക്കറിയാം കമ്പനീസ് ആക്ട് 2013 153 to 159 എന്ന് പറയുന്ന ആക്ട് ഒക്കെ ഇതിൽ അപ്ലിക്കബിൾ ആണ്. അപ്പം എല്ലാ DPകളും, ഒരു DP ആകാൻ പോകുന്ന ഒരാൾ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് DPIN എന്ന് പറയുന്നത് വാങ്ങിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ DP ആകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്ത സെക്ഷൻ 8 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലയബിലിറ്റീസ് ഓഫ് DP ആണ്. അതായത് ഇവിടുത്തെ അതായത് LLPയിലെ ഓരോ ലീഗൽ കംപ്ലയൻസസും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ആരാ? DP ആണ്. അപ്പോൾ DP ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇങ്ങനെ കംപ്ലയൻസസ് ഒന്നും അവർ ചെയ്തില്ലെങ്കിൽ, കംപ്ലയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം LLPയിൽ ആനുവൽ റിട്ടേൺസ് അതെല്ലാം ഫയൽ ചെയ്യേണ്ടത് ആരാണ്? റിട്ടേൺസ്, ഡോക്യുമെന്റ്, സ്റ്റേറ്റ്മെന്റ്സ് ഇതെല്ലാം ഫയൽ ചെയ്യേണ്ടത് DP എന്ന് പറയുന്ന ആളാണ്. അതായത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആണ് ഇതെല്ലാം ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇയാൾ ഇതൊന്നും ഫയൽ ചെയ്തില്ല, അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രാവെൻഷൻസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പെനാൽറ്റീസ് വരും. പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പെനാൽറ്റീസ് കറക്റ്റ് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം. അപ്പം ഇതിൽ പറയേണ്ടത് ഇതാണ്, എല്ലാ ലീഗൽ കംപ്ലയൻസസും അതായത് ആനുവൽ റിട്ടേൺസും എല്ലാം ഫയൽ ചെയ്യേണ്ടത് DP ആണ്. അപ്പം ഇങ്ങനത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും DP ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് പെനാൽറ്റീസ് വരും. അതാണ് ഇതിൽ പറയണത്. ഈ പ്രൊവിഷൻസ് ഒക്കെ കോൺട്രാവെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെനാൽറ്റീസ് വരും. അതാണ് സെക്ഷൻ 8 DPയുടെ ലയബിലിറ്റീസ്. ഇനി DPയുടെ ചേഞ്ചസ് ഇൻ DP സെക്ഷൻ 9 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഒരു ലിമിറ്റഡ് ലയബിലിറ്റിയിൽ DPനെ നമ്മൾ ഇപ്പം LLPയിലെ DP ഇപ്പം ഇല്ല, അപ്പോൾ അങ്ങനെയാണ് ഒരു DPയുടെ വേക്കൻസി വന്നു. അങ്ങനെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ LLP ഒരു DPനെ വിത്തിൻ 30 days കൊണ്ട് അപ്പോയിന്റ് ചെയ്യണം. അതായത് ഒരു വേക്കൻസി വന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ പുതിയൊരു DPനെ LLP കണ്ടുപിടിക്കണം. അതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. പിന്നെന്താണ്? ഷാൾ അപ്ലൈ ഇൻ സച്ച് ന്യൂ DP പ്രൊവൈഡഡ് ദാറ്റ് ഈസ് നോ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഈസ് അപ്പോയിന്റഡ്. അതായത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ പുതിയ DPനെ കണ്ടുപിടിക്കണം. ഇനി പുതിയ DPനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല
no DP is appointed. അങ്ങനത്തെ കേസിലാണെങ്കിൽ, or if at any time there is only one DP, each partner shall be deemed to be DP. അതായത് ഒന്നെങ്കിൽ 2 DP വേണമെന്ന് പറഞ്ഞല്ലോ, ചില കേസിൽ 2 DP ഇല്ല, ഒറ്റ DP മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു DPനോട് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനത്തെ കേസാണെങ്കിലും, ഇല്ലെങ്കിൽ DP ഇല്ല എങ്കിൽ ആ വേക്കൻസി വന്നിട്ടും പുതിയ DPനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അങ്ങനെ സാഹചര്യം വരുവാണെങ്കിൽ ഈച്ച് പാർട്ണർ ഷാൽ ബി ഡീംഡ് ടു ബി DP. അതായത് ആ LLPയിലുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും DP ആയിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെ അതാണ് ഈ സെക്ഷൻ 9 പറയേണ്ടത്. ഇനി സെക്ഷൻ 10 പറയണത് പണിഷ്മെന്റ് ഫോർ കോൺട്രാവെൻഷൻ ഓഫ് 7 and 9. നമ്മളിവിടെ പറഞ്ഞില്ലേ, 7ലും 8ലും പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്ന പണിഷ്മെന്റ് ആണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 10. നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് LLP കോൺട്രാവെൻസ് ദ പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 7. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു DP അറ്റ്ലീസ്റ്റ് 2 വേണമെന്ന് പറഞ്ഞു. അപ്പം 2-ലും കുറഞ്ഞു പോയി, ഇല്ലെങ്കിൽ റെസിഡന്റ് ഓഫ് ഇന്ത്യനെ അല്ല നമ്മൾ DP ആക്കിയത്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ വീഴ്ച ഇവർ വരുത്തിയിട്ടുണ്ടല്ലേ സെക്ഷൻ 7 പറയുന്ന സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇത് സെക്ഷൻ 7 എന്ന് പറയുന്നത് ഏതാ, ഇതിൽ ഈ ഒരു കാര്യം ഇപ്പം നമ്മൾ പഠിച്ച ഇതിൽ എന്തെങ്കിലും തരത്തിൽ അവർ ഈ പ്രൊവിഷനൊന്നും കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്തില്ലെങ്കിൽ അവർക്ക് വരുന്ന പണിഷ്മെൻ്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്ന ഇത്. അവർക്ക് പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the LLP and its every partner shall be liable to penalty. LLPക്കും പെനാൽറ്റി വരും, അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ പാർട്ട്നേഴ്സിനും പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 പെനാൽറ്റി, ആൻഡ് ഇൻ കേസ് ഓഫ് കണ്ടിന്യൂയിങ് കോൺട്രാവെൻഷൻ 10,000 രൂപയാണ് പെനാൽറ്റി വരുന്നത്. പിന്നെ അവർ ആ കാര്യം തുടർന്നുകൊണ്ടേയിരിക്കും, ആ പണിഷബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഫർദർ പെനാൽറ്റി ആയിട്ട് പെർ ഡേ 100 രൂപ വീതം, മാക്സിമം 1 lakh rupees ഫോർ LLPക്ക് 1 lakhും വരും മാക്സിമം. ബാക്കിയുള്ള എവരി പാർട്ട്നേഴ്സിന് 50,000 രൂപ വീതമായിരിക്കും വരുന്നത്. ഇനി LLP കോൺട്രാക്ട് ദ പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 4 and 7. ഇനി സെക്ഷൻ 7 സബ്സെക്ഷൻ 4 പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ എന്തെങ്കിലും അവർ കോൺട്രാവെൻഷൻസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫെയിലിയർ ടു ഫയൽ ദി കൺസെന്റ് അപ്പോയിൻമെന്റ് ഓഫ് DP വിത്തിൻ 30 days ഓഫ് അപ്പോയിൻമെന്റ്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു DPനെ അപ്പോയിന്റ് ചെയ്തിട്ട് അയാളുടെ കൺസെന്റ് രജിസ്ട്രാർക്ക് ഒരു 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഫയൽ ചെയ്തില്ല, അതിലെന്തെങ്കിലും വീഴ്ച ഇവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ LLPക്കും അതുപോലെ തന്നെ എല്ലാ DPകൾക്കും, മുമ്പ് നമ്മൾ പഠിച്ചത് ആർക്കാ, LLPക്ക് എവരി പാർട്ട്നേഴ്സിനുമാണ് വരുന്നത്. ഇവിടെ LLPക്കും എല്ലാ DPകൾക്കും വരുന്ന ലൈബിലിറ്റിയാണ് പറയുന്നത്. പെനാൽറ്റി എന്ന് പറയുന്നത് ഇതാണ്, പെനാൽറ്റി എന്ന് പറയുന്നത് 5,000 ആണ്. പിന്നെ ഇത് ആ കോൺട്രാവെൻഷൻസ് പിന്നെയും അവർ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെനാൽറ്റി ആയിട്ട് 100 രൂപ വീതം ഓരോ ദിവസം കൂടും. അങ്ങനെ മാക്സിമം 50,000 ഫോർ LLPക്കും വരും, 25,000 ഫോർ എല്ലാ DPകൾക്കും വരും. ഇനി DP എന്ന് പറയുന്നത് എന്താണ്, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിന്റെ കേസാണ്. ഇനി അടുത്ത മൂന്നാമത്തെ കേസ് പറയുന്നത് LLP കോൺട്രാക്ട് ദ പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 5 ഓഫ് സെക്ഷൻ 7. സെക്ഷൻ 7 അല്ലെ സെക്ഷൻ 9 ഇതിലെയൊക്കെ എന്തെങ്കിലും തരത്തിൽ കോൺട്രാവെൻഷൻസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പഠിച്ച 7ഉം 9ഉം അതിലെന്തെങ്കിലും ഒരു കോൺട്രാവെൻഷൻസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 7ഉം 9 നോക്കി, സെക്ഷൻ 7 5, പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 9, അതായത് വേക്കൻസീസ് 30 ദിവസത്തിനുള്ളിൽ ഫില്ല് ചെയ്തില്ല, ഇല്ലെങ്കിൽ DPകളുടെ എണ്ണം കുറഞ്ഞു, ഇങ്ങനത്തെ കേസിൽ വരുന്ന ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെനാൽറ്റി 10,000 വരും. അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഫർദർ പെനാൽറ്റി ആയിട്ട് ഒരു 100 രൂപ വീതം, മാക്സിമം 1 lakh LLPക്കും വരും, 50,000 ഫോർ എവരി പാർട്ട്നേഴ്സ്. ഈ കേസിൽ എല്ലാ പാർട്ട്നേഴ്സിനുമാണ്. ആദ്യത്തെ കേസിൽ പറഞ്ഞ സെയിം പെനാൽറ്റി തന്നെ, അതായത് എല്ലാ പാർട്ട്നേഴ്സിനും LLPക്ക് വരുന്നതാണ് ഇവിടുത്തെ. രണ്ടാമത്തെ കേസിൽ അതായത് LLPകൾക്കും അതുപോലെ തന്നെ എവരി DPക്കും വരുന്നതാണ്. മൂന്നാമത്തെ LLPക്കും എവരി പാർട്ട്നേഴ്സിനും വരുന്ന പെനാൽറ്റിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് എന്താണ്, സെക്ഷൻ 11 ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ആണ്. അതായത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് നീഡഡ് ഫോർ രജിസ്ട്രേഷൻ, അതായത് രജിസ്ട്രേഷൻ നടത്താനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഒരു LLP ഇൻകോർപ്പറേറ്റ് ആകുമ്പോൾ, അതായത് നമുക്കറിയാം 2ഓ അതിലധികമോ പേഴ്സൺ കൂടിയാണ് ഒരു LLP ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ LLP എന്ന് ഇതിൽ ചെയ്യേണ്ട ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോഫുൾ ബിസിനസ് ചെയ്യണം വിത്ത് എ വ്യൂ ടു എൻ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ലക്ഷ്യത്തോട് മാത്രമേ നമുക്ക് LLP ചെയ്യാൻ പറ്റുള്ളൂ. ചാരിറ്റബിൾ ആയിട്ടുള്ള പർപ്പസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർ അവരുടെ നെയിംസ് എല്ലാം ആ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, അതിലുള്ളവരുടെ പേരുകൾ. പിന്നെ ആ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് നമ്മൾ ഫയൽ ചെയ്യണം. ആർക്ക്, ആ സച്ച് മാനർ ആൻഡ് സച്ച് ഫീസ്, അതായത് ഫീസൊക്കെ പറയുന്ന പോലെ അടച്ചിട്ട് നമ്മൾ
രജിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് LLP സിറ്റുവേറ്റഡ്. അതായത് LLPയുടെ ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ ഇരിക്കുന്നത് അവിടുത്തെ രജിസ്ട്രാർക്കാണ് നമ്മൾ ഈ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഫയൽ ചെയ്യേണ്ടത്. അതിന് ചെറിയൊരു ഫീസൊക്കെ ഉണ്ട്, അതൊക്കെ അടച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റിന് നമ്മൾ അത് സബ്മിറ്റ് ചെയ്യണം. അതായത് LLP തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ അതൊക്കെ സബ്മിറ്റ് ചെയ്യണം. അതാണ് അതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടു ബി ഫയൽഡ്. അതായത് ഈ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിന്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഇവർ വെക്കണം. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. There shall be filed along with incorporation document statement in the prescribed form. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കണം. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ആരായിരിക്കണം? അതായത് ഒന്നെങ്കിൽ ഒരു അഡ്വക്കേറ്റ്, ഇല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറി, ഇല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ഹു ഈസ് എൻഗേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് LLP. അതായത് LLP തുടങ്ങാനായിട്ട് ഒരു LLPയുടെ ഫോർമേഷന് സഹായിച്ചിട്ടുള്ള അവര്, അതായത് എന്തെങ്കിലും കാര്യത്തിൽ LLP തുടങ്ങാനായിട്ട് സഹായിച്ചിട്ടുള്ള അഡ്വക്കേറ്റോ, ഇല്ലെങ്കിൽ ഒരു CSO, ഇല്ലെങ്കിൽ ഒരു CAO, കോസ്റ്റ് അക്കൗണ്ടന്റോ ഒക്കെ അവര് ഉണ്ടാക്കിയതായിരിക്കണം ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ബൈ എനിവൺ ഹു സബ്സ്ക്രൈബ് ഹിസ് നെയിം ടു ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്. അതായത് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ പേരുള്ളവര് അവരാണെങ്കിൽ, ഇല്ലെങ്കിൽ ദാറ്റ് ഓൾ റിക്വയർമെന്റ്സ് ഓഫ് ആക്ട് ആൻഡ് റൂൾസ് മെയ്ഡ് ദെയർ ആൻഡ് ഹാവ് കംപ്ലൈഡ് വിത്ത്. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റിൽ പറയേണ്ട കാര്യങ്ങൾ, ഈ LLP തുടങ്ങുമ്പോൾ അവര് റൂൾസ്, റെഗുലേഷൻസ് ഇതെല്ലാം പാലിച്ച് കംപ്ലൈ ചെയ്തിട്ട് അവർ അതിന് വേണ്ട റിക്വയർമെന്റ്സ് എല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നവർ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതായത് ആക്ട് പ്രകാരമാണ് ഞങ്ങൾ LLP ഫോം ചെയ്യുന്നത്, അത് ആ കാര്യങ്ങളെല്ലാം അതിൽ എന്താ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകോർപ്പറേഷൻ മാറ്റർ പ്രസിഡന്റ് ആൻഡ് ഇൻസിഡന്റൽ ഡയറക്റ്റീവ്. അതായത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഒരു ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഫയൽ ചെയ്യണം. ആ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിന്റെ കൂടെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റും കൂടി ഫയൽ ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ആ LLPയുടെ ഫോർമേഷന് സഹായിച്ചിട്ടുള്ളവർ, ID-യിൽ, അതായത് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിലെ പേരുള്ളവർ, പിന്നെ അവർ ആക്ട് റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയണം. ഇനി ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഷാൾ, അതായത് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതായത് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ ഇത്രയും കാര്യങ്ങൾ കാണും. അതായത് ആ കറക്റ്റ് ഫോമിൽ വേണം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ LLPയുടെ നെയിം, LLPയുടെ നെയിം നമുക്ക് വേണമല്ലോ, എന്നാലല്ലേ ആ കാര്യങ്ങളൊക്കെ അതിൽ സ്പെസിഫൈ ചെയ്യണം. പിന്നെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമാണ് LLPയുടെ ബിസിനസ്, എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് അവർ പ്രൊപ്പോസ് ചെയ്തേക്കുന്നത് ആ കാര്യം അതിൽ മെൻഷൻ ചെയ്യണം. പിന്നെ എവിടെയാണോ ആ LLPയുടെ രജിസ്റ്റേർഡ് ഓഫീസ് അതിൻ്റെ അഡ്രസ്സ് അതിൽ മെൻഷൻ ചെയ്യണം. പിന്നെ സ്റ്റേറ്റ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഈച്ച് പേഴ്സൺ ഹു ആർ ടു ബി പാർട്ണേഴ്സ് LLP. അതായത് LLPയുടെ പാർട്ട്നേഴ്സ് ആകാനായിട്ട് പോകുന്നവർ, അതിൽ ഓരോ ആൾക്കാരുടെ, അതായത് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും നെയിമും അഡ്രസ്സും എല്ലാം അതിൽ മെൻഷൻ ചെയ്യണം. പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ ഹു ആർ ടു ബി DP. അതായത് ഒന്ന് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവരുടെ ഫുൾ അഡ്രസ്സ് വേണം, പിന്നെ DP ആയിട്ടുള്ളവരുടെ ഫുൾ അഡ്രസ്സ്, നെയിമും ഒക്കെ വേണം. പിന്നെ കണ്ടെയ്ൻ സച്ച് അതർ ഇൻഫർമേഷൻ കൺസേൺ ദി പ്രൊപ്പോസ് LLP ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പിന്നെ LLPയായി ബന്ധപ്പെട്ട മെയിൻ ആയിട്ടുള്ള LLPനെ കൺസേൺ ചെയ്യുന്ന ബാക്കി ഉള്ള ഇൻഫോർമേഷൻസും എല്ലാം അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനി അടുത്ത് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. ഇഫ് എ പേഴ്സൺ മേക്സ് എ സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് എബോവ് വിച്ച് ഹി നോസ് ടു ബി ഫാൾസ് ഓർ ഡസ് നോട്ട് ബിലീവ് ടു ബി ട്രൂ. അതായത് ഇവർ സബ്മിറ്റ് ചെയ്ത ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും അവർ തെറ്റായ രീതിയിൽ അതായത് ഫാൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അത് ഓൾറെഡി ഫാൾസ് ആണ്, ഇല്ലെങ്കിൽ ട്രൂ ആണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ, അതായത് ഒന്ന് ഫാൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു, പിന്നെ ട്രൂ അല്ലാത്ത കാര്യം, ഇത് രണ്ടും സെയിം ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ, ഇങ്ങനെ ഫാൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് വരും. പണിഷ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കി. വിത്ത് ഇംപ്രസൺമെന്റ് ഫോർ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 2 years. ഒന്നെങ്കിൽ ഇംപ്രസൺമെന്റ് വരും, അത് 2 വർഷം വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇംപ്രസൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജയില് അല്ലേ. പിന്നെ ഫൈൻ വരും. ഫൈൻ എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ, അതായത് 10,000 കുറയാത്ത രീതിയിൽ ഫൈൻ വരും ടു 5 lakh. 10,000 to 5 lakh വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫാൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി, പണിഷ്മെന്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി സെക്ഷൻ 12 പറയുന്നത് എന്താ? ഇൻകോർപ്പറേഷൻ ബൈ രജിസ്ട്രേഷൻസ് ആണ്. അതായത് ഇതിൽ മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു LLP അവർ സെക്ഷൻ 11 അതെല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് രജിസ്ട്രാർ റിട്ടേൺ ചെയ്ത് വെക്കും. റിട്ടേൺ ഒക്കെ ചെയ്തിട്ട് 14 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് അവർ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇഷ്യൂ ചെയ്യും. അതായത് ഫസ്റ്റ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യും, എന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും LLP തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിൽ അവരുടെ നെയിമൊക്കെ സ്പെസിഫൈ ചെയ്തിരിക്കും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രജിസ്റ്റർ മേ അക്സെപ്റ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഡെലിവേർഡ്. അതായത് നമ്മൾ പറഞ്ഞാൽ CM CS ഒക്കെ കൂടി ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം. അപ്പം
ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ രജിസ്ട്രാർ അക്സെപ്റ്റ് ചെയ്യും. അപ്പം സി ഒക്കെ കൊടുത്തിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് രജിസ്ട്രാർ അക്സെപ്റ്റ് ചെയ്യും. അതൊരു സഫിഷ്യൻറ്റ് എവിഡൻസ് ആയിട്ട് അവർ ട്രീറ്റ് ചെയ്യും രജിസ്ട്രാർ. എന്നിട്ട് സഫിഷ്യൻറ്റ് എവിഡൻസ് ആയി കണ്ടുകൊണ്ട് ലാസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യും. പിന്നെ പറയുന്നത് ഷാൽ ബി സൈൻ ബൈ രജിസ്ട്രാർ ആൻഡ് ഒതന്റിക്കേറ്റ് ബൈ ഹിസ് ഒഫീഷ്യൽ സീൽ. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റിൽ രജിസ്ട്രാർ സൈൻ ചെയ്യും, പിന്നെ ഒഫീഷ്യൽ സീൽ കൊണ്ടൊക്കെ ഒതന്റിക്കേറ്റ് ചെയ്യും. ലാസ്റ്റത്തെ കാര്യം, ദ സർട്ടിഫിക്കറ്റ് ഷാൽ ബി കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് LLPs ഇൻകോർപ്പറേറ്റഡ് ബൈ ഹിസ് നെയിം സ്പെസിഫൈഡ് ഡെയറിൻ. അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു LLP ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ഒരു LLPയുടെ കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റിനെ കാണുന്നത്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും LLP ഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ആ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ LLPയിൽ നമ്മൾ ഇടാൻ വെച്ച നെയിമൊക്കെ അതിൽ കാണും. LLPയുടെ സ്പെസിഫൈ ചെയ്തിരിക്കും, ആ നെയിമൊക്കെ സ്പെസിഫൈ ചെയ്തിരിക്കും. ഇനി അടുത്ത എന്താണ്, രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് LLP ആൻഡ് ചേഞ്ച് ദെയറിൻ. സെക്ഷൻ 30 പറയുന്നത്, every LLP shall have a registered office to which all communication and notices may be addressed and where they shall be received. അതായത് എല്ലാ LLPകൾക്കും ഒരു രജിസ്റ്റേർഡ് ഓഫീസ് വേണം. കാരണം എന്താണ്, ഈ ROCയിൽ നിന്ന് എന്തെങ്കിലും നോട്ടീസ് കിട്ടുകയോ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കിട്ടേണ്ടത് LLPക്ക് എവിടെയാണ്, അവരുടെ ഒരു രജിസ്റ്റേർഡ് ഓഫീസിലാണ്. അപ്പോൾ എല്ലാ LLPകൾക്കും ഒരു രജിസ്റ്റേർഡ് ഓഫീസ് വേണം. അതായത് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ ROCയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ROC ഒരു നോട്ടീസ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം വേണ്ടേ LLPക്ക്. അപ്പോൾ അതാണ് പറയുന്നത്, LLPക്ക് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് വേണം. ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത് നോക്കി, എ ഡോക്യുമെന്റ് മേ ബി സെർവ്ഡ് ഓൺ LLP ഓർ എ പാർട്ണർ ഓർ DP സെൻഡിങ് ഇറ്റ് പോസ്റ്റ് അണ്ടർ എ സർട്ടിഫിക്കറ്റ് ഓർ പോസ്റ്റിംഗ് എ രജിസ്റ്റേർഡ് പോസ്റ്റ്. അതായത് ഈ ഡോക്യുമെന്റുകളെല്ലാം LLPയുടെ ഡോക്യുമെന്റ് സംഭവങ്ങളൊക്കെ ഈ നമ്മൾ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ROs അതായത് രജിസ്ട്രാർ ഒന്നെങ്കിൽ അവിടുത്തെ പാർട്ട്നേഴ്സ് LLPയുടെ പാർട്ട്ണറിനോ ഇല്ലെങ്കിൽ DPക്കോ ഒക്കെ അയക്കും. ഇത് അയക്കുന്നത് എങ്ങനെയാണ്, പോസ്റ്റ് വഴിയാണ്. രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാണ് രജിസ്ട്രാർ ഇവർക്ക് അയക്കുന്നത്. by registered post or by any other manner as may be prescribed at the registered office. രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് ഒന്നെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം വഴിയാൽ അങ്ങോട്ടേക്കാണ് നമ്മൾ അയക്കുന്നത്, രജിസ്റ്റർ അയക്കുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, എ LLP may change the place of registered office and file the notice of such change with the registrar. ഇനി ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ട്, അപ്പോൾ അവിടെയാണ് എല്ലാ നോട്ടീസും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ഇനി ഇവർക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ഒന്ന് മാറ്റണം, വേറെ സ്ഥലത്തേക്ക് ആക്കണം, അങ്ങനെയാണെങ്കിൽ ആക്കാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ചേഞ്ച് ചെയ്തതിൻ്റെ കാര്യങ്ങൾ ഒരു നോട്ടീസ് രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. ഞങ്ങൾ ചേഞ്ച് ചെയ്യുക, ആ ചേഞ്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആ സച്ച് ഫോം ആൻഡ് സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് രീതിയിൽ ഒരു നോട്ടീസ് രജിസ്ട്രാർക്ക് അയക്കണം. ഞങ്ങളിങ്ങനെ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുക, ആ കാര്യങ്ങളൊക്കെ ROC എന്ന് ജസ്റ്റ് രജിസ്ട്രാറിനെ അറിയിച്ചാൽ മതി. നാലാമത്തെ കേസ് എന്താ, ഇഫ് ദ LLP കോൺട്രാവ്സ് എനി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ ദ LLP ആൻഡ് ഇറ്റ്സ് എവരി പാർട്ണർ ഷാൽ ബി പണിഷബിൾ വിത്ത് പെനാൽറ്റി. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ രജിസ്റ്റേർഡ് ഓഫീസൊക്കെ മാറ്റി എന്നിട്ട് അത് കാര്യങ്ങളൊന്നും ROCനെ അറിയിച്ചില്ല, ഇല്ലെങ്കിൽ അവർക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ഇല്ല, ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ അവർ ആ പ്രൊവിഷൻസ് ഒക്കെ കോൺട്രാവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്ന പെനാൽറ്റി എന്ന് പറയുന്നത് 500 രൂപ പെർ ഡേ സബ്ജക്ട് ടു മാക്സിമം. അതായത് 500 രൂപ വീതം ഓരോ ദിവസം കൂടി മാക്സിമം 50,000 റുപ്പീസ് വരാൻ ചാൻസ് ഉണ്ട്. അത് ആർക്കൊക്കെ വരും, LLPക്കും പണിഷ്മെന്റ് വരും, എല്ലാ പാർട്ട്നേഴ്സിനും പണിഷ്മെന്റ് വരും. ഇനി എന്താണ് എഫക്ട് ഓഫ് രജിസ്ട്രേഷൻ, സെക്ഷൻ 14 ആണ്. അതായത് ഒരു LLP രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ഒരു LLP രജിസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഗുണമുണ്ട്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് സൂയിങ് ആൻഡ് ബീങ് സൂഡ്. അതായത് ഇപ്പോൾ LLP ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അറിയാം, കമ്പനി ആയി കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ പോലെ തന്നെ ആക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ LLPക്കും ചില കാര്യങ്ങളിൽ റൈറ്റ് ഉണ്ട്. എന്ത്, കേസ് കൊടുക്കാനും കേസിൽ നിൽക്കാനും, വേറൊരാൾക്ക് LLPക്കെതിരെ കേസ് കൊടുക്കാനും, അതുപോലെ തന്നെ LLPക്ക് വേറൊരാൾക്കെതിരെ കേസ് കൊടുക്കാനും. പിന്നെ എന്തുവാണ്, ഒരു പ്രോപ്പർട്ടി, അതായത് ഇപ്പം മൂവബിൾ ആണെങ്കിലും ഇമ്മൂവബിൾ ആണെങ്കിലും ടാഞ്ചിബിൾ ആണെങ്കിലും ഇൻടാഞ്ചിബിൾ ആണെങ്കിലും ഒരു പ്രോപ്പർട്ടി അതൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ, LLPയുടെ പേരിൽ അത് ഓൺ ചെയ്യാൻ, അക്വയർ ചെയ്യാൻ, പർച്ചേസ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ, ഡിസ്പോസ് ചെയ്യാൻ ഒക്കെയുള്ള അധികാരം ഈ LLPക്ക് കിട്ടും. പിന്നെ എന്താണ്, ഒരു കോമൺ സീൽ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഡൂയിങ് ആൻഡ് സഫറിങ് അതർ ആക്ടിങ്സ് ആൻഡ് ബോഡി കോപ്പറേറ്റ് മേ ലോഫുള്ളി ഡു ആൻഡ് സഫർ. അതായത് ഒരു ബോഡി കോപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ആക്ട് ചെയ്യാൻ LLPക്കും പറ്റും. അപ്പോൾ ഒരു LLP രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ LLPക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ അഡ്വാൻറ്റേജസ് കിട്ടും, സ്യൂ ചെയ്യാനും, ബീങ് സൂഡ്, അക്വയർ, ഹോൾഡിംഗ്, പ്രോപ്പർട്ടി, കോമൺ സെയിൽ കിട്ടും. പിന്നെ ബോഡി കോപ്പറേറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങളിൽ ഇടപെടാൻ അവർക്കും പറ്റും. ഇനി സെക്ഷൻ 15 പറയുന്നത് എന്താ, അതായത് എല്ലാ LLPകളും ഒരു LLP ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേർഡ്സിന് ലാസ്റ്റ്, അതായത് അവരുടെ നെയിമിന് ലാസ്റ്റ് LLP എന്ന്
എഴുതണം. ഒന്നെങ്കിൽ LLP ഇല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് അവരുടെ ലാസ്റ്റ് വേർഡ്സിൽ അവരുടെ നെയിമിൻ്റെ ലാസ്റ്റ് കാണണം. അത് നിർബന്ധമാണ്. പിന്നെ നോ LLC ഷാൽ ബി രജിസ്റ്റേർഡ് ബൈ നെയിം വിച്ച് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. അതായത് ഇത്രേ ഉള്ളൂ. അതായത് ചില കാര്യങ്ങളിൽ അൺഡിസൈറബിൾ ആയിട്ട് ഇല്ലെങ്കിൽ ഐഡന്റിക്കൽ ടു നിയർലി റിസംബിൾ ടു ദാറ്റ് ഓഫ് എനി അതർ LLP ഓർ എ കമ്പനി ഓർ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക്. അതായത് ഒരേ നെയിം ഇല്ലെങ്കിൽ ഒരേ പ്രൊനൗൺസിയേഷൻ വരുന്ന രീതിയിൽ മറ്റ് LLPകളുടെ നെയിമോ ഇല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ പേരോ ഇല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ ഉള്ള രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് അങ്ങനത്തെ പേരുകളൊന്നും പുതിയ LLPയുടെ പേരിൽ കാണാൻ പാടില്ല എന്ന് സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ പുതിയ LLP തുടങ്ങുവാണെങ്കിൽ ഓൾറെഡി ഒരു LLPയുടെ പേര് ടു നിയർലി റിസംബിൾ ആയിട്ട് വരുന്ന രീതിയിലൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഇപ്പം എന്താ നമുക്ക് അഡിഡാസ് എന്ന് പറയുന്ന ഒരു ഓൾറെഡി ഒരു കമ്പനി ഉണ്ട്. ഇപ്പം ഞാൻ പറയുക അങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പോയി അതുപോലെ അതിന് വേറെ ഒരു സംഭവം ഉണ്ട്, അബിബാസ് എന്നൊക്കെ പറയുന്ന വേറെ കമ്പനികളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ടു നിയർലി അത് അഡിഡാസ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വേറൊരു കമ്പനി വരാൻ പാടില്ല. അതുപോലെ തന്നെ LLPയുടെ കേസിലും ഓൾറെഡി ഉള്ള ഒരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അതാണ് ഈ നെയിം സെക്ഷൻ 15 പറയുന്നത്. ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെക്ഷൻ 16 പറയുന്നത് എന്താണെന്ന് നോക്കി, റിസർവേഷൻ ഓഫ് നെയിം എന്താണ് നമുക്ക് നോക്കാം. A person may apply in such form and manner and accompanied by such fee as may be prescribed to the registrar for the reservation of a name set out in the application in the name of proposed LLP in the name of which LLP proposed to change its name. അതായത് ഒന്നെങ്കിൽ ഒരു ഓൾറെഡി നമ്മളൊരു പേരിട്ടു, ഇപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ആ പേര് മാറ്റണം, LLPയുടെ പേര് മാറ്റണം, ഇല്ലെങ്കിൽ ഒരു പുതിയ പേര് ഇടണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഇതിൽ പറയണത്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ചേഞ്ച് ചെയ്യാനോ പേരിടാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രജിസ്ട്രാർക്ക് ഒരു ഫയൽ ചെയ്തിട്ടുള്ള ഒരു ഫോം ഫയൽ ചെയ്യണം. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പേര് റിസർവ് ആക്കി ഇടാനായിട്ട് പറ്റും. അപ്പോൺ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് നമ്മളിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് അയച്ചില്ല ഇങ്ങനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഫീസൊക്കെ അടച്ച് നമ്മൾ അയക്കണം. അങ്ങനെയാണെങ്കിൽ അതിൽ രജിസ്ട്രാർ ആ കിട്ടിയ ആപ്ലിക്കേഷൻ കുഴപ്പമില്ല ഈ പേര് ഇടാമെന്ന് പുള്ളി സാറ്റിസ്ഫൈ ആണെങ്കിൽ the name to be reserved is not which reject on any ground. അതായത് ഇത്ര ഓർത്താൽ reserve the name for a period of 3 months from the date of intimation by the registrar. അതായത് അങ്ങനെ രജിസ്ട്രാർ അതിൽ സാറ്റിസ്ഫൈ ആണെങ്കിൽ 3 മാസം വരെ ആ നെയിം റിസർവ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. ഒരു പീരീഡ് ഓഫ് 3 months ആ നെയിം റിസർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ. ഇനി അടുത്താണ് റെക്ടിഫിക്കേഷൻ ഓഫ് നെയിം LLP സെക്ഷൻ 17. ഇതെന്താ പറയണേ നമുക്ക് നോക്കാം. Notwithstanding anything contained in section 15 and 16 is through inadvertence or otherwise the LLP on its first registration or its registration by new name is registered by name which is identical without two near resemblance. അതായത് ഒരു പേരിട്ടു, ഒന്നെങ്കിൽ പുതിയ പേരിട്ടു ഇല്ലെങ്കിൽ വേറൊരു പേര് ചേഞ്ച് ചെയ്ത് വന്നു. അങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഓൾറെഡി ഉള്ള ഒരു LLP ഇല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ പേര് പോലെ തന്നെ നമ്മുടെ LLPയുടെ നെയിം വന്നു. പിന്നെ ഇല്ലെങ്കിൽ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഓൾറെഡി ഉള്ള ഒരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിന്റെ പേരാണ് നമുക്ക് വന്നത്. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യുന്നതാണ് ഇതിൽ പറയാൻ നോക്കി. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ഇൻ സെക്ഷൻ 15-16 എന്ന് പറഞ്ഞാൽ എന്താ 15-16 എന്താ പറയണത്, നെയിം ഇങ്ങനെ LLP എന്ന് വേണം, ടു നിയർലി റിസംബിൾസ് ഒന്നും ചെയ്യരുതെന്നുണ്ടല്ലോ. അപ്പം ഇതിൽ പറയണത് ഇതാണ്, 15-16 എന്ത് പറഞ്ഞാലും വാലിഡ് ആയിട്ടുള്ളത് നോട്ട് വിസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 17 ആണ് നോക്കേണ്ടത്. 15-16 കാര്യങ്ങൾ നോക്കണ്ട, വാലിഡ് ആയിട്ട് വരുന്നത് 17 കാര്യങ്ങൾ നോക്കേണ്ടത്. അതായത് ഇപ്പം നമ്മളൊരു പേര് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ കൊടുത്തില്ല, അപ്പം പുള്ളി പേരിട്ടുപോയി. അതായത് ഇന്ന് അഡ്വർട്ടൈസ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അപ്പം രജിസ്ട്രാർ അറിയാതെ ഒരു പേരിട്ടുപോയി. അതായത് ടു നിയർലി റിസംബിൾ ആയിട്ട് വരുന്ന രീതിയിലുള്ള പേരാണെന്ന് കണ്ടില്ല, അപ്പം അറിയാതെ പറ്റിപ്പോയി. അപ്പം നമ്മൾ കൊടുത്ത നെയിം ഓൾറെഡി ഉള്ള ഒരു കമ്പനി ഒരു LLPയുടെ പേരായിരുന്നു, പക്ഷേ നമ്മളത് ഇട്ടും പോയി. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ വായിച്ചു നോക്കാം. Okay, the central government may direct such LLP to change its name or new name within the period of 3 months from the date of issue of such direction. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു നെയിം പോലത്തെ നെയിം നമ്മൾ LLP കിട്ടുപോയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് ആ പേര് മാറ്റണം. അങ്ങനെ പേര് മാറ്റണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നുണ്ട്, അങ്ങനെ പുതിയ പേര് നമ്മൾ ഇട്ടല്ലോ, അപ്പം ആ പേര് മാറ്റി ആർക്കും ഇല്ലാത്ത തരത്തിലുള്ളൊരു പേര് നമ്മൾ ഇടണം. അത് വിത്തിൻ period of 3 months from the date of issue such direction. സെൻട്രൽ ഗവൺമെൻറ് ഒരു ഡയറക്ഷൻ കൊടുക്കും, ആ ഡയറക്ഷൻ കൊടുത്തിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ പുതിയൊരു പേര് കണ്ടുപിടിക്കണം, ആർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പേര് കണ്ടുപിടിക്കണം. അതാണ് ഇതിൽ പറയുന്നത്.
provided that an application of the proprietor of the registered trademark shall be maintained within a period of 3 years from the date of incorporation, registration, or change of name LLP under this Act. ഈ രണ്ടാമത്തെ കേസ് എന്താ പറയണേ നോക്കി. Where an LLP changes its name or obtains new name, it shall within a period of 15 days from the date of such change give notice of the change to register along with the order of central government. ഇനി ഒരു പുതിയ പേരൊക്കെ അവരിട്ടു, ആ പുതിയ പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, ആ ചേഞ്ച് നടത്തിയ കാര്യങ്ങൾ രജിസ്ട്രാർക്ക് അറിയിക്കണം. രജിസ്ട്രാർക്ക് ഒരു നോട്ടീസ് ഒക്കെ കൊടുത്ത് അറിയിക്കണം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡറും ആ കൂടെ വെക്കണം. അതായത് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ പേര് മാറ്റുന്ന കാര്യങ്ങൾ. അപ്പം ഇവർ പുതിയ പേരൊക്കെ ഇട്ടിട്ട് 15 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് ആ കാര്യങ്ങൾ അറിയിച്ചുള്ള നോട്ടീസും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡറും കൂടി അയക്കണം. പിന്നെ who shall carry out necessary changes in certificate of incorporation and within 30 days of change in certificate of incorporation LLP shall change its name in the LLP agreement. അങ്ങനെ പുതിയ നെയിമൊക്കെ ഇട്ട് ഈ നോട്ടീസ് രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഓൾറെഡി അവർക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ പഴയ പേരായിരിക്കുമല്ലോ അതിൽ അടിച്ചേക്കുന്നത്. അപ്പം പുതിയ നെയിം വന്നു കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ രജിസ്ട്രാർ ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഒക്കെ ചേഞ്ച് ചെയ്ത് അവരുടെ പുതിയ പേരൊക്കെ ആക്കി അങ്ങനെ LLPയിലൊക്കെ ചേഞ്ചസ് വരുത്തും. അങ്ങനെ പുതിയ നെയിം ആക്കും. ആ പഴയ ഒരേപോലത്തെ വരുന്ന രീതിയിലുള്ള പേരുകളൊക്കെ മാറ്റി നല്ല പുതിയ പേരൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി വിടും. ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ the register shall enter a new name the register of LLP in place of old name and issue fresh certificate. അതിനുശേഷം എല്ലാ കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ രജിസ്ട്രാർ ഒരു ആ പുതിയ നെയിം LLPയുടെ രജിസ്റ്ററിൽ പ്ലേസ് ചെയ്യും. പിന്നെ ഒരു ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വിത്ത് ന്യൂ നെയിം, അതായത് പുതിയ പേരൊക്കെ വെച്ചുള്ള ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഒക്കെ ഇഷ്യൂ ചെയ്യും പുതിയ പേരൊക്കെ വന്നു കഴിഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് ഈ സെക്ഷൻ 22 പറയുന്നത് എലിജിബിലിറ്റി ടു ബി പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർ ആകണമെങ്കിൽ അവരുടെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ അവരുടെ നെയിം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളെ വേണമല്ലോ നമ്മൾ പാർട്ട്നേഴ്സ് ആക്കാൻ. ഇനിയും ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്, അതായത് എനി അതർ പേഴ്സണും വേണമെങ്കിൽ പാർട്ട്ണർ ആകാൻ പറ്റും. അത് എന്തിനെ ബേസ് ചെയ്താണ്? LLP എഗ്രിമെന്റ് പ്രകാരം വേണമെങ്കിൽ നമുക്ക് അതർ പേഴ്സൺസിനെ വേണമെങ്കിൽ പാർട്ട്നേഴ്സ് ആക്കാൻ പറ്റും. പിന്നെ അവരുടെ പേര് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ ഇല്ലെങ്കിൽ പോലും. അതാണ് ഈ സെക്ഷൻ 22 പറയുന്നത്. ഇനി അടുത്ത എന്താണ്? സെക്ഷൻ 23 ആണ്, റിലേഷൻഷിപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. അത് നമുക്കറിയാം. The mutual right and duties of partners of LLP and the mutual right and duties of LLP and its partners shall be governed by LLP agreement between the partners or between the LLP and its partners. LLP agreement പ്രകാരമാണ് നമ്മൾ പാർട്ട്നേഴ്സ് LLP അവരുടെ എല്ലാ റൈറ്റ്സ് ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ നോക്കുന്നത്. മ്യൂച്വൽ റൈറ്റും ഡ്യൂട്ടീസ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ബിറ്റ്വീൻ LLP ഇതെല്ലാം ഉള്ളത് LLP എഗ്രിമെന്റിന്റെ ബേസിസിലായിരിക്കും. രണ്ടാമത്തെ കേസിൽ ഇനി LLP അഗ്രിമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് അങ്ങനെയൊക്കെ വരുത്തണമെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അടങ്ങിയ കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം, ഫീസൊക്കെ അടച്ചിട്ട്. ഇനി മൂന്നാമത്തെ കേസ് പറയുന്നത് an agreement in writing made before the incorporation of LLP between the person who subscribed their names to the incorporation document may impose obligation on the LLP provided such agreement is ratified by all the parties after the incorporation of the LLP. അതായത് ഒരു LLP തുടങ്ങുന്നതിന് മുമ്പ്, അതായത് LLP ഇൻകോർപ്പറേഷൻ ആവുന്നതിന് മുമ്പ് അതിനെ നമ്മൾ എന്ത് പറയും? പ്രീ ഇൻകോർപ്പറേഷൻ അറിയും. അതായത് ഒരു LLP തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു LLP എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിലോ വല്ലതും ഉൾപ്പെട്ടു അങ്ങനെ വരുന്ന കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ലൈബിലിറ്റി ഹാപ്പൻ ആയിട്ടുണ്ടെങ്കിൽ ആ ലൈബിലിറ്റി ഒക്കെ പേ ചെയ്യേണ്ടത് ആരാണ്? LLP ആണല്ലോ സാധാരണ ലൈബിലിറ്റി ആവേണ്ടത്. അപ്പം അങ്ങനെ ലൈബിലിറ്റി LLP തുടങ്ങുന്നതിന് മുമ്പായതുകൊണ്ട് അങ്ങനെ ഒരു ലൈബിലിറ്റി വന്നു കഴിഞ്ഞാൽ LLP പേ ചെയ്യണം എന്നുള്ള കാര്യം അവിടെയുള്ള എല്ലാ പാർട്ട്നേഴ്സും അംഗീകരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഇനി ആ പാർട്ട്നേഴ്സ് ഒന്നും ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, അതിൽ അംഗീകരിച്ചില്ല, LLPക്ക് ലൈബിലിറ്റി വരുന്ന കേസ് അവർ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സിന്റെ മേലും ആ ലൈബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻകോർപ്പറേഷൻ ഓഫ് LLPക്ക് മുമ്പ്, അതായത് LLP തുടങ്ങുന്നതിന് മുമ്പ് LLP എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ അകപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ലൈബിലിറ്റി സംതിങ് എന്തെങ്കിലും ഹാപ്പൻ ആയിട്ടുണ്ടെങ്കിൽ LLPയുടെ മേലാണ് ആ ലൈബിലിറ്റി ഇമ്പോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരണമെങ്കിൽ അതിലുള്ള എല്ലാ പാർട്ട്നേഴ്സും അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ LLP മാത്രം അതിൽ ലൈബിലിറ്റി ഹാപ്പൻ ചെയ്ത് ആ ലൈബിലിറ്റി പേ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. ഇനി ആ പാർട്ട്നേഴ്സ് ഒന്നും അത് അംഗീകരിച്ചില്ല എങ്കിൽ ബാക്കി ആ ലൈബിലിറ്റികളെല്ലാം ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സ് വേണം അത് പരിഹരിക്കാനായിട്ട്, അവർ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇനി ദ ആബ്സെൻസ് ഓഫ് എഗ്രിമെന്റ് ദ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നർ, അതായത് ഇത്രേ ഉള്ളൂ.
ഇപ്പം നമ്മൾ പഠിച്ചായിരുന്നു ഫസ്റ്റത്തെ ഷെഡ്യൂൾ എന്താണ്, മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. അപ്പം ഈ എഗ്രിമെന്റിലും എന്താണ് ഈ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. അപ്പം ഈ ഏതെങ്കിലും കേസിൽ എഗ്രിമെന്റ് ഇല്ല എങ്കിൽ നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ വേണം നോക്കാനായിട്ട്. അതിലും എന്താണ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് തന്നെയാണ് പറയുന്നത്. അപ്പം അത്രേ ഉള്ളൂ. അതായത് എഗ്രിമെന്റ് ഇല്ല, ഡ്യൂട്ടീസ് ഒന്നും അങ്ങനത്തെ കാര്യങ്ങളിൽ എഗ്രിമെന്റ് ഇല്ല എങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂൾ ബേസ് ചെയ്ത് വേണം LLP ആക്ട് ചെയ്യാനായിട്ട്. ഇനി അടുത്ത സെക്ഷൻ 24 എന്താ പറയണേന്ന് നോക്കി, സെസേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഇൻട്രസ്റ്റ്. A person may cease to be partner of LLP in accordance with the agreement with other partners on the absence of agreement with the other partners to cessation of being a partner by giving a notice in writing of not less than 30 days. അതായത് ഇവിടെ സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തുക. അതായത് ഒരു LLPയിലെ പാർട്ണറിന് ഒന്നെങ്കിൽ അവിടെ നിന്ന് നിർത്തിപ്പോണം, അതായത് മതിയാക്കി, പാർട്ണർ എന്നുള്ള സ്ഥാനം ഒഴിഞ്ഞു പോകണമെങ്കിൽ ചുമ്മാ ഒന്നും പെട്ടെന്നൊന്നും ഒഴിയാൻ പറ്റില്ല. അങ്ങനെ അയാളുടെ സ്ഥാനം സീസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അയാൾ ഒരു നോട്ടീസ്, റൈറ്റിങ്ങിലുള്ള ഒരു നോട്ടീസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് 30 ദിവസത്തിന്, നോട്ട് ലെസ് ദാൻ 30 ദിവസം, അതായത് 30 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെയൊക്കെ അറിയിക്കണം, ഞാൻ റിസൈൻ ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം പറയണം. അതെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസ് ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെയൊക്കെ അറിയിച്ച് അവർക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ സെസേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എ പേഴ്സൺ ഷാൾ സീസ് ടു ബി പാർട്ണർ ഓഫ് LLP. അതായത് എപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു പാർട്ട്ണർ ആ സ്ഥാനം നിർത്തുക, റിസൈൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു, ഒന്നെങ്കിൽ അയാൾക്ക് ആ പാർട്ട്ണറിന് ഒന്നെങ്കിൽ ഡെത്ത് സംഭവിക്കുക, ഇല്ലെങ്കിൽ LLP തന്നെ ഡിസോൾവ് ആയി പോവുക, അങ്ങനത്തെ കേസിൽ. ഇനി ഹി ഡിക്ലെയർ ടു ബി അൺസൗണ്ട്, ഇനി ആ പാർട്ട്ണർ അൺസൗണ്ട് മൈൻഡ് ആവുക, അങ്ങനത്തെ കേസിലൊന്നും പാർട്ട്ണറായി തുടരാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ കേസ്. ഇനി അഡ്ജുഡിക്കേറ്റേഴ്സ് ആൻഡ് ഇൻസോൾവെന്റ്, അതായത് ഇൻസോൾവെന്റ് ആകാനായിട്ട് ഉടനെ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ കേസിലും ഒരു പാർട്ട്ണറിന് അവിടുത്തെ പാർട്ട്ണർ സ്ഥാനമൊക്കെ സീസ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ പോകണമെങ്കിൽ ചുമ്മാ പോകാൻ പറ്റില്ല, ഒരു 30 ദിവസത്തിനുള്ളിൽ ഒരു നോട്ടീസൊക്കെ അവർക്ക് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇനി അടുത്ത കേസ് എന്താ, where a person has ceased to be part of LLP, the former partner is to be regarded person dealing with LLP as still partner of the LLP unless. ഇനി ഇയാൾ നോട്ടീസ് ഒന്നും കൊടുക്കാതെയാണ് ഇറങ്ങി പോകുന്നത് എന്ന് വെച്ചു, the person has noticed that former partner ceased to be partner of the LLP. അതായത് ഇപ്പം ഇത്ര ഓർത്താൽ മതി. ഇനിയും ഇയാൾ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി, ആരോടൊന്നും പറയാതെ നോട്ടീസ് ഒന്നും കൊടുക്കാതെ ഇയാൾ പോയിട്ടുണ്ടെങ്കിൽ അയാളെ പാർട്ട്ണറായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് പാർട്ട്ണർ പോയി എന്ന രീതിയിൽ ഒരിക്കലും ട്രീറ്റ് ചെയ്തില്ല, ഓൾറെഡി പാർട്ട്ണറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. പിന്നെന്താണ്, പിന്നെ ഈ പാർട്ട്ണറായിട്ട് പോകുന്ന ആള് അവർക്കും കൊടുക്കണം. അതുപോലെ തന്നെ ദ നോട്ടീസ് ദാറ്റ് ഫോമർ പാർട്ട്ണർ ഹാസ് സീസ് ടു ബി പാർട്ട്ണർ ഓഫ് ദ LLP ഹാസ് ബി ഡെലിവേർഡ് ടു ദി രജിസ്ട്രാർ. ഫോമർ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി രാജിവെച്ചു, അയാളപ്പം ഫോമർ പാർട്ട്ണർ ആയല്ലോ, നേരത്തെ പാർട്ട്ണർ ആയല്ലോ. അപ്പം ആ പോയ പാർട്ട്ണർ സീസ് ചെയ്യുക, ആ കാര്യങ്ങളെല്ലാം അടങ്ങിയത് രജിസ്ട്രാർക്കും ഡെലിവറി ചെയ്ത് കൊടുക്കണം. സീസ് ചെയ്യാൻ പോവുക, ആ കാര്യങ്ങളൊക്കെ അടങ്ങിയ കാര്യങ്ങൾ പറയണം. ഇനി പിന്നെ പറയണത് നോക്കിയേ, ദ സെസേഷൻ ഓഫ് പാർട്ട്ണർ from the LLP does not by itself discharge the partner from any obligation to the LLP or the other partners or to any other person which incurred during being a partner. അതായത് ഇനി ഇപ്പം പോകാനായിട്ടിരുന്ന ഒരാൾ പാർട്ട്ണർ, അതായത് നമ്മുടെ LLPയിലുള്ള ആ പാർട്ട്ണർക്ക് എന്തെങ്കിലും ഒരു ലൈബിലിറ്റി ഉണ്ടായിരുന്നു, LLPയിൽ എന്തെങ്കിലും ഒരു ലൈബിലിറ്റി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇറങ്ങി പോകുന്നതെങ്കിൽ അയാളിപ്പോൾ ഇറങ്ങി പോയാലും ഇല്ലേലും അയാൾ ആ ലൈബിലിറ്റി കൊടുത്ത് തീർത്തതിന് ശേഷം മാത്രമേ പോകാൻ പറ്റൂ. അല്ലാണ്ട് ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പോയി സീസ് ചെയ്യാൻ പറ്റില്ല. അയാൾ എന്തെങ്കിലും ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ LLPക്കെതിരെ എന്തെങ്കിലും ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെതിരെ എന്തെങ്കിലും ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈബിലിറ്റി എല്ലാം പേ ഓഫ് ചെയ്തിട്ട് മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒബ്ലിഗേഷൻസ് ഒക്കെ അവിടെ കിടക്കും, എന്നിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്തെന്താ, where a partner of LLP ceased to be partner, the former partner entitled to his shares in consequence of death or insolvency of former partner shall be entitled to receive from the LLP. അതായത് ഇനിയൊരു പാർട്ട്ണർ ഇപ്പം അയാൾക്ക് ഡെത്ത് സംഭവിച്ചു, ഇൻസോൾവൻസി സംഭവിച്ചു എങ്കിൽ അയാൾ ആദ്യം ഈ LLP ചില കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഷെയർസ് സംഭവങ്ങളൊക്കെ, അതൊക്കെ അയാൾക്ക് കിട്ടും. ഫോമൽ പാർട്ട്ണറിന് അയാൾ കൊണ്ടുവന്ന ക്യാഷ് സംഭവങ്ങളൊക്കെ തിരിച്ച് കിട്ടും. അതാണ് ഇതിൽ പറയുന്നത്. ആൻഡ് എമൗണ്ട് ഈക്വൽ ടു ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഫോമൽ പാർട്ട്ണർ ആക്ച്വലി മെയ്ഡ് ടു LLP. അതായത് LLPയിൽ ഓൾറെഡി അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എമൗണ്ടിനുള്ള ഈക്വൽ ആയിട്ടുള്ള തുകകളൊക്കെ അയാൾ നിർത്താൻ പോകുമ്പോൾ കിട്ടും. പിന്നെ ഹിസ് റൈറ്റ് ടു ഷെയർ ഇൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓഫ് LLP ആഫ്റ്റർ ദ ഡിഡക്ഷൻ ഓഫ് അക്യുമുലേറ്റഡ് ലോസ് ഓഫ് LLP. അതായത് സീസ് ചെയ്യാൻ പോകുന്ന പാർട്ട്ണർക്ക് ആ LLPയിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ്, അവിടുത്തെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ലോസസ് ഒക്കെ കുറച്ചിട്ടുള്ള ഷെയർസ്, അതിൻ്റെ റൈറ്റ് എല്ലാം
അയാൾക്ക് കിട്ടും. അതൊക്കെ കിട്ടും, അല്ലാണ്ട് ഒന്നും തരാതെ ഒന്നും വിടത്തില്ല. അയാൾ ഓൾറെഡി അടച്ച കോൺട്രിബ്യൂഷന്റെ ഈക്വൽ എമൗണ്ടും അതുപോലെ തന്നെ LLPയിലുള്ള പ്രോഫിറ്റ് അവിടുത്തെ ലോസ് എല്ലാം കുറച്ചിട്ടുള്ള എമൗണ്ടും അയാൾക്ക് കിട്ടും. ഇനി എന്താണ് ലാസ്റ്റത്തെ പോയിന്റ് ആണ്, എ ഫോമൽ പാർട്ണർ ഓർ പേഴ്സൺ എൻറ്റയർ ടു ഹിസ് ഷെയർ ഇൻ കൺസിക്വൻസ് ഓഫ് ദ ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് ദ ഫോമൽ പാർട്ണർ ഷാൽ നോട്ട് ഹാവ് എനി റൈറ്റ് ടു ഇന്റർഫിയർ ഇൻ ദ മാനേജ്മെന്റ് ഓഫ് LLP. അതായത് അത് നമ്മൾ പഠിച്ചു, LLPയിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് എല്ലാം അയാൾക്ക് കിട്ടും. ഇനിയിപ്പം ഒരു പാർട്ണർ ഇപ്പം നിർത്തി പോവല്ല, എന്തെങ്കിലും കാരണത്താൽ അയാൾക്ക് ഡെത്ത് സംഭവിച്ചു, ഇൻസോൾവൻസി സംഭവിച്ചു, അങ്ങനത്തെ കേസിൽ ഡെത്ത് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ പ്രോഫിറ്റ് സംഭവമൊക്കെ കിട്ടുമോ? ഇല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ വന്നിട്ടുള്ള കേസിൽ അയാളുടെ ലീഗൽ ഹയേഴ്സിനൊന്നും ഇത് കിട്ടില്ല. ഇപ്പോൾ ഡെത്ത് ഇൻസോൾവൻസി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ലീഗൽ ഹയേഴ്സിന് അയാളുടെ റൈറ്റ് സംഭവങ്ങളൊന്നും കിട്ടില്ല. ഇപ്പം ഇത്ര ഓർത്താൽ മതി, അതായത് ഒരാൾക്ക് ഇൻസോൾവൻസി, ഡെത്ത് തുടങ്ങിയ സംഭവങ്ങളൊക്കെ സംഭവിച്ചു, അങ്ങനത്തെ കേസിൽ ഇപ്പോൾ സീസ് ചെയ്തു പോയി, അങ്ങനത്തെ കേസിൽ ആ ഫോമൽ പാർട്ണറിന് ഷാൽ നോട്ട് ഹാവ് എനി റൈറ്റ് ഓഫ് ഇന്റർഫിയർ ഇൻ ദ മാനേജ്മെന്റ് LLPയുടെ മാനേജ്മെന്റ് ഒരിക്കലും അതിൽ ഇന്റർഫിയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്ര ഓർത്താൽ മതി. ഇപ്പോൾ LLPയുടെ ഒരാൾ മരിച്ചു, അയാളുടെ റൈറ്റ് എന്താ, ഇത്ര പ്രോഫിറ്റ് സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ ആർക്ക്? അധികം കോംപ്ലിക്കേഷൻ ഒന്നും വെക്കണ്ട, നമുക്ക് ഇത്ര ഓർത്താൽ മതി. അതായത് ഒരു LLPയിൽ ഉണ്ടായിരുന്ന പാർട്ണർ ഡെത്ത് സംഭവിച്ചു, ഇൻസോൾവൻസി സംഭവിച്ചു, അപ്പം ഇയാൾക്ക് ആ LLPന്ന് പ്രോഫിറ്റ് കിട്ടണം, അയാൾ അടച്ച കോൺട്രിബ്യൂഷൻ കിട്ടണം. അപ്പം ഇപ്പം ഡെത്ത് സംഭവിച്ച ഒരാൾക്ക് അത് പോയി വാങ്ങാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ കേസിൽ ലീഗൽ ഹയേഴ്സിന് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വാങ്ങാനായിട്ട് പറ്റും, പക്ഷെ ഒരിക്കലും ലീഗൽ ഹയേഴ്സിന് LLPയുടെ മാനേജ്മെന്റിൽ കയറി ഇന്റർഫിയർ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് LLP പോയി അവിടുത്തെ മാനേജ്മെന്റ് പർപ്പസ്, ഡിസിഷൻ മേക്കിങ് അതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ആകെ അവർക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ കിട്ടും, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് LLPയുടെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ഒന്നും ലീഗൽ ഹയേഴ്സിന് കിട്ടില്ല. ആകെ കോൺട്രിബ്യൂഷൻസ് സംഭവങ്ങൾ അതൊക്കെ കിട്ടും. ഇനി അടുത്താണ് രജിസ്ട്രേഷൻ ഓഫ് തിങ്സ് ഇൻ പാർട്ട്നേഴ്സ്, സെക്ഷൻ 25. Every partner shall inform the LLP of any change in his name or address within period of 15 days of such change. അതായത് ഒരു LLPയിൽ ഇഷ്ടംപോലെ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അപ്പം പാർട്ട്നേഴ്സ് ഇപ്പം മാറുക, ഇപ്പം പാർട്ട്നേഴ്സിന്റെ നെയിം മാറി, ഇപ്പം അഡ്രസ്സ് മാറി, അങ്ങനെ ചേഞ്ചസ് സംഭവിച്ചല്ലോ. അങ്ങനെ ചേഞ്ചസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഒക്കെ ഇൻഫോം ചെയ്യേണ്ടത് ഒരു 15 ദിവസം, ആ ചേഞ്ച് സംഭവിച്ചിട്ട് വിത്തിൻ പീരീഡ് ഓഫ് 50 ഡേയ്സിനുള്ളിൽ എവറി പാർട്ട്ണർ ഷാൽ ഇൻഫോം ദി LLP ഓഫ് എനി ചേഞ്ച് ഓൺ ഹിസ് നെയിം ഓർ അഡ്രസ്സ്. അതായത് LLPയിലെ ഒരു പാർട്ട്നേഴ്സ് അവരുടെ പേരോ അഡ്രസ്സോ ഒക്കെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ആ കാര്യങ്ങളിലെ LLPനെ അറിയിക്കണമല്ലോ. ഇപ്പൊ എൻ്റെ പേര് മാറ്റുവാണ്, എൻ്റെ അഡ്രസ്സ് മാറി, ആ കാര്യങ്ങളൊക്കെ LLPനെ അറിയിക്കേണ്ടത് ചേഞ്ച് നടന്നിട്ട് വിത്തിൻ 50 ഡേയ്സിനുള്ളിൽ എല്ലാ പാർട്ട്നേഴ്സും ആ കാര്യങ്ങൾ LLPനെ ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ ഇനി അതായത് ഇനി LLP ചില കാര്യങ്ങൾ ചെയ്യണം. LLP ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. വേറെ പേഴ്സൺ ബിക്കംസ് or cease to be a partner, file a notice with the register within 30 days from the date he ceases to be partner. അതായത് ഒരാൾ സീസ് ചെയ്തു, അതായത് പാർട്ട്ണർ സ്ഥാനത്ത് നിന്ന് മാറി എന്നുള്ള കാര്യം വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ LLP രജിസ്ട്രാറിനെ അറിയിക്കണം. ആദ്യത്തെ കേസ് അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് LLPനെ അറിയിക്കണം. പിന്നീട് LLP ഇങ്ങനെ ചേഞ്ചസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ രജിസ്ട്രാറിനെ അറിയിക്കണം. പിന്നെ ഓൾസോ ദർ ഇസ് എനി ചേഞ്ച് ഇൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ണർ, ഫയൽ എ നോട്ടീസ് വിത്ത് രജിസ്റ്റർ വിത്തിൻ 30 ഡേയ്സ്. അതുപോലെ തന്നെ ഒരു പാർട്ണറിന്റെ പേര് അഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും രജിസ്ട്രാറിനെ LLP അറിയിക്കണം. മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതാണ് ഈ ഷാൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ കേസ് എന്താണ്? എ നോട്ടീസ് ഫയൽഡ് വിത്ത് രജിസ്റ്റർ ഷാൾ ബി ഇൻ സച്ച് ഫോം ആൻഡ് അക്കൗണ്ട് വിത്ത്, അതായത് ആ സച്ച് ഫോം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഫോമിൽ ഫീസൊക്കെ അടച്ചിട്ട് വേണം നമ്മൾ ആ നോട്ടീസൊക്കെ ഫയൽ ചെയ്യാനായിട്ട്. പിന്നെ അയക്കുന്ന നോട്ടീസ് സംഭവങ്ങളൊക്കെ DP സൈൻ ചെയ്യണം, അത് ഒതൻറ്റിക്കേറ്റ് ഒക്കെ ചെയ്യണം. പിന്നെന്താണ്, if it is related to incoming partner shall contain a statement by such partner that is consent to become partner signed by him and authenticated manner. ഇനി ഒരു പുതിയ പാർട്ണർ വരുവാണ്, ആ കേസിലും ആ കാര്യങ്ങളൊക്കെ അടങ്ങിയ കാര്യങ്ങൾ രജിസ്ട്രാറിനെ അറിയിക്കണം. അതായത് ഒരു പുതിയ പാർട്ണർ വരുവാണെങ്കിൽ ചുമ്മാ പെട്ടെന്ന് നമുക്ക് ആക്കാൻ പറ്റില്ല, അയാളുടെ ഒരു കൺസെന്റ് വേണം. ഞാൻ പാർട്ണർ ആകാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു കൺസെന്റും അയാൾ അത് ഒപ്പിടണം, അത് ഒതൻറ്റിക്കേറ്റ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ആ നോട്ടീസൊക്കെ ഫയൽ ചെയ്യാനായിട്ട്. പിന്നെന്താണ്, ഇനി ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു കോൺട്രാവെൻഷൻസ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി വരും. പെനാൽറ്റി 10,000 വരും. DPക്കും LLPക്കും പെനാൽറ്റി വരും.
പിന്നെ ഏതെങ്കിലും പാർട്ണർ ഈ കാര്യങ്ങളിലൊക്കെ കോൺട്രാവെൻഷൻസ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് പാർട്ട്നേഴ്സിന് പെനാൽറ്റി 10,000 വീതം വരും. ഇനി അടുത്താണ് സെക്ഷൻ 26. എന്താണ്? എക്സ്റ്റെൻഡ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഓഫ് LLP ആൻഡ് പാർട്ണർ ആസ് ആൻ ഏജന്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എവറി പാർട്ണർ ഓഫ് ദ LLP ഫോർ ദി പർപ്പസ് ഓഫ് ദ ബിസിനസ് ഓഫ് LLP ദ ഏജന്റ് ഓഫ് LLP. അതായത് ഒരു LLPയിലുള്ള എല്ലാ പാർട്ട്നേഴ്സും ഒരു LLPയുടെ ഏജന്റാണ്. അല്ലാതെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഏജന്റ്സ് അല്ല. LLPയുടെ ആംഗിളിൽ നോക്കുമ്പോൾ LLPയും പാർട്ട്നേഴ്സും തമ്മിൽ ഏജന്റാണ്. അടുത്ത എന്താണ്? എക്സ്റ്റെൻഡ് ഓഫ് ലയബിലിറ്റി ആണ് സെക്ഷൻ 27 പറയുന്നത്. A LLP is not bound by anything done by a partner in dealing with a person. അതായത് നമുക്കറിയാം ചില കേസിൽ, അതായത് LLP ലൈബിൾ ആകാത്ത കേസാണ് ഇവിടെ പറയണത്. അതായത് ഇപ്പം എന്താണ് നമുക്ക് നോക്കാം. ദ പാർട്ട്ണർ ഇൻ ഫാക്ട് ഹാസ് നോ അതോറിറ്റി ടു ആക്ട് ഫോർ ദ LLP ഇൻ ഡൂയിങ് എ പർട്ടിക്കുലർ ആക്ട്. അതായത് ഒരു LLPയിലെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഒരു പാർട്ട്ണറിന് അതോറിറ്റിയേ ഇല്ല. അതോറിറ്റി ഇല്ലാത്ത ഒരു പാർട്ട്ണറെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ലൈബിലിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും LLP ലൈബിൾ ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അയാൾക്ക് ആ പാർട്ട്ണറിന് ഓൾറെഡി ഒരു അതോറിറ്റി ഇല്ലാത്ത ഒരാളാണ്. എന്നിട്ട് അയാൾ എന്തെങ്കിലും കാര്യങ്ങൾ ലൈബിലിറ്റി വരുത്തി വെച്ച് കഴിഞ്ഞാൽ LLP ഒരിക്കലും ലൈബിൾ ആകില്ല. പിന്നെ എന്താണ്? ദ പേഴ്സൺ നോസ് ദാറ്റ് ഹി ഹാസ് നോ അതോറിറ്റി ഓർ ഡസ് നോട്ട് നോ ഓർ ബിലീവ് ഹിം ടു ബി പാർട്ണർ ഓഫ് ദ LLP. അതായത് ഇത്രയോർത്താൽ മതി. ഇപ്പോൾ ഒരാൾക്ക് അറിയാം, ആ പാർട്ട്നേഴ്സിന് അറിയാം എനിക്ക് അതോറിറ്റി ഒന്നും ഇല്ല, ഇല്ലെങ്കിൽ അയാൾ മറ്റുള്ളവരെ കൊണ്ട് ബിലീവ് ചെയ്യിപ്പിച്ചു ഞാനൊരു പാർട്ട്ണറാണ്, അവിടുത്തെ ഒരു പാർട്ട്ണറാണ്. ദി ഡസ് നോട്ട് നോ ഓർ ബിലീവ് ഹിം ടു ബി എ പാർട്ണർ ഓഫ് ദി LLP. അതായത് ഇയാൾ മറ്റുള്ളവരെ ബിലീവ് ചെയ്യിപ്പിച്ച് ഞാൻ അവിടുത്തെ പാർട്ട്ണറാണ് എന്ന തരത്തിൽ അയാളെ പ്രചരിപ്പിച്ച് എന്തെങ്കിലും ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും LLPക്ക് ഒരിക്കലും ലയബിലിറ്റി വരില്ല. ഇനി the LLP is liable if a partner of LLP is liable to any person as a result of wrongful act or omission on his part in course of business of the LLP with his authority. ഇനി പറയുന്ന ഈ രണ്ടാമത്തെ കേസ് പറയുന്ന LLP ലൈബിൾ ആകുന്ന കേസ്. അതായത് LLPയിലുള്ള ഒരു പാർട്ട്ണർ, അയാൾക്ക് അതോറിറ്റി ഉണ്ടായിട്ട് അയാൾ ഒരു റോങ്ഫുൾ ആക്ടോ ഒമീഷനോ ബിസിനസ്സിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ലയബിലിറ്റി വരുത്തി വെച്ച് കഴിഞ്ഞാൽ LLPക്ക് ലയബിലിറ്റി വരും. കാരണം എന്താണ്? അയാൾക്ക് ഓൾറെഡി അതോറിറ്റി ഉണ്ട്, എന്നിട്ട് അയാൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തു. ഇവിടുത്തെ കേസ് എന്താണ്? ഇയാൾക്ക് അതോറിറ്റി ഇല്ലാഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ലയബിലിറ്റി വരുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ LLP ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കേസിൽ അതോറിറ്റി ഉണ്ട്, എന്നിട്ട് റോങ്ഫുൾ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LLP ലൈബിൾ ആവും. പിന്നെ ആൻ ഒബ്ലിഗേഷൻ ഓഫ് ദി LLP വെദർ അറൈസ് ഇൻ കോൺട്രാക്ട് ഓർ അതർവൈസ് ഷാൽ ബി സോളി ദ ഒബ്ലിഗേഷൻ ഓഫ് ദി LLP. അതായത് ഇവിടെ പറയുന്നത് LLPക്ക് അല്ലാതെ എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ, അതായത് LLPക്ക് എന്തെങ്കിലും ഒരു ലൈബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ LLP തന്നെ അത് പേ ഓഫ് ചെയ്യണം, ലൈബിലിറ്റി ചെയ്യണം. കാരണം എന്താണ്? LLPയും ഏജൻസും അതായത് പാർട്ട്നേഴ്സും തമ്മിൽ എന്താണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒബ്ലിഗേഷൻ ഓഫ് ദി LLP മസ്റ്റ് പേ ഓഫ് ബൈ ദി LLP തന്നെ വേണം അത് പേ ഓഫ് ചെയ്യാനായിട്ട്. പിന്നെ ദി ലയബിലിറ്റി ഓഫ് ദി LLP ഷാൽ നോട്ട് മെറ്റ് ബൈ ദി പ്രോപ്പർട്ടി ഓഫ് ദി ഷാൽ ബി മെറ്റ് ഔട്ട് ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് ദി LLP. അതായത് ഇനി LLPയിൽ എന്തെങ്കിലും ലയബിലിറ്റീസ് ഒക്കെ വന്നു, അങ്ങനെ വരുന്ന കേസിൽ എന്താണ്? LLPയുടെ പ്രോപ്പർട്ടി ഒക്കെ വെച്ച് വേണമെങ്കിൽ നമ്മൾ ആ ലയബിലിറ്റി പേ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാത്ത കേസിൽ ഒരിക്കലും പാർട്ട്നേഴ്സ് ലയബിൾ ആവില്ല. കാരണം എന്താണ്? LLP പാർട്ട്നേഴ്സും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഇവിടുത്തെ കേസിൽ എന്താണ്? അതോറിറ്റി ഇല്ലാഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തു, ഇല്ലെങ്കിൽ വേറൊരാൾക്ക്, അതായത് ഓൾറെഡി അയാൾക്കറിയാം ഞാൻ അവിടുത്തെ പാർട്ട്ണർ അല്ല, അയാൾക്ക് അതോറിറ്റി ഇല്ലെന്ന് പറയാം, എന്നിട്ട് അയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ, ഇല്ലെങ്കിൽ വേറൊരാൾക്കാർ ഇയാൾ അവിടുത്തെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞു. ഇപ്പം ഞാനിപ്പോൾ അവിടുത്തെ പാർട്ട്ണർ അല്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ LLPയിലെ പാർട്ട്ണറാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വേറൊരാളെ കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയോ അങ്ങനെ വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസാണ് ഇവിടെ പറയുന്നത്. അപ്പം എനിക്കറിയാം ഞാൻ അവിടുത്തെ പാർട്ട്ണർ അല്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ അവിടുത്തെ പാർട്ട്ണറാണെന്ന് പറയുമ്പോഴും ഞാൻ ഡിനേ ഒന്നും ചെയ്തില്ല, ഞാനിങ്ങനെ ശരിയെന്നും പറഞ്ഞ് ഇങ്ങനെ മൂളിക്കൊണ്ട് നിന്നു. അങ്ങനത്തെ കേസിൽ എന്താണ്? അയാൾക്ക് ഉറപ്പായിട്ടും അയാൾ പേഴ്സണലി ലൈബിൾ ആകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ ലോസോ ലൈബിലിറ്റിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ LLP ഒരിക്കലും അതിന് ലൈബിലിറ്റി വഹിക്കില്ല. ആ റോങ്ഫുൾ ആക്ട് ചെയ്തിട്ടുള്ള പേഴ്സൺ ആണ് അതിന് ലൈബിലിറ്റി വരുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്താണ് എക്സ്റ്റെൻഡ് ഓഫ് ലൈബിലിറ്റി ഓഫ് പാർട്ട്നർ സെക്ഷൻ 28. A partner is not personally liable directly or indirectly for an obligation referred to section
റീസൺ ഓഫ് ബീങ് എ പാർട്ണർ ഓഫ് ദ LLP. അതായത് ഒരു LLPയുടെ പാർട്ണർ ആണെന്ന് വെച്ചുകൊണ്ട് LLPയിൽ ഒരു ലൈബിലിറ്റി വന്നു കഴിഞ്ഞാൽ അയാൾ അത് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഒന്നും ആ ലൈബിലിറ്റി പേ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, രണ്ടും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഇപ്പം ഞാനവിടെ പാർട്ണർ ആണെന്ന് വെച്ചുകൊണ്ട് LLP ചെയ്ത ഒരു പ്രവൃത്തിക്ക് ലൈബിലിറ്റി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ പോയി അതിന് ലൈബിലിറ്റി പേ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കേസ് പറയുന്നത് എന്താണ്, എ പാർട്ണർ ഷാൽ നോട്ട് ബി പേഴ്സണലി ലൈബിൾ ഫോർ ദ റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ ഓഫ് എനി അതർ പാർട്ണർ ഓഫ് LLP. അതുപോലെ തന്നെ LLPയിൽ വേറെ പാർട്ട്നേഴ്സും ഉണ്ടല്ലോ, അപ്പം അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് ഇപ്പം ബാക്കിയുള്ള പാർട്ട്നേഴ്സും അതിന് ലൈബിൾ ആയിട്ട് വരില്ല. ആരാണോ റോങ്ഫുൾ ആക്ട് ചെയ്തത് അവരായിരിക്കും അതിന് ലൈബിലിറ്റി വഹിക്കേണ്ടത്. അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് പാർട്ട് 2 ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു പാർട്ട് 3 വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു.